പണ്ടൊക്കെ എനിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു പച്ചക്കറിയായിരുന്നു ഈ കോവയ്ക്ക. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സാധനം കിട്ടാൻ ഭയങ്കര പാടാണെന്ന് മനസ്സിലായി. അങ്ങനെ കുറേ അധികം നാൾ ഇത് കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഇതിനോട് വല്ലാത്ത സ്നേഹം. അപ്പോൾ പിന്നെ പോയി തപ്പി കണ്ടുപിടിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കോവയ്ക്ക. ഇതെനിക്ക് തോന്നുന്നു കൂടുതലും ഫ്ലെമിംഗ്ടൺ മാർക്കറ്റിൽ കിട്ടും. പിന്നെ ഞാൻ വാങ്ങിക്കുന്നത് ഹോം ബുഷിലുള്ള ഡേവിഡ്സ് ഫ്രഷ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നു 1-2 കടകളിലൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു, പക്ഷെ അത്ര കോമൺ അല്ല. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് വാങ്ങിച്ചിട്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി. അപ്പോൾ എല്ലാ തവണ ഈ സെയിം മെഴുക്കുവരട്ടി തന്നെ ഉണ്ടാക്കുന്നതിലൊരു രസമില്ലല്ലോ. അപ്പോൾ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തേ, പണ്ട് കൊച്ചിയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ശാലിനി എൻ്റെ കൂട്ടുകാരി, പുള്ളിക്കാരി ഈ കോവയ്ക്ക് വെച്ചിട്ടൊരു മീൻ പീര പറ്റിച്ചതുണ്ടാക്കിയായിരുന്നു. മറ്റേ നോമ്പ് ടൈമിൽ എന്തോ തോന്നുന്നു മീൻ പീര പറ്റിച്ചതുണ്ടാക്കി. അതിന് ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരി ഒരു സൂപ്പർ കുക്കാണ്, അതുകൊണ്ടായിരിക്കും. പക്ഷെ എന്തായാലും അന്ന് ഉണ്ടാക്കിയ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നെ ആ ഒരു ടൈമിൽ ഞാൻ അങ്ങനെ കുക്ക് ചെയ്യാറില്ലായിരുന്നു, ഞാൻ ഹോസ്റ്റലിലായിരുന്നുകൊണ്ട് കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ഓർത്തു ആ സംഭവം തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത്. പിന്നെ ആ ഒരു എക്സാക്ട് റെസിപ്പിയും കാര്യമൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു റെസിപ്പി കണ്ടുപിടിക്കുക, ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതും പോരാത്തതിന് എനിക്കൊന്നു പുള്ളിക്കാരി തന്നെ ചെയ്തപ്പോൾ അതിൽ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ഉള്ളി നിറയെ ഇട്ടിട്ടാണ് ആളത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ചെറിയ ഉള്ളി അങ്ങനെ വാങ്ങിക്കുന്ന പരിപാടിയില്ല, സവോള വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊരു ഉടായ്പ് കോവയ്ക്ക മീൻ പീര പറ്റിച്ചതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെന്തായി തീരുമെന്നറിയില്ല, നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത് വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഒന്നാമത് മറ്റേ കോവയ്ക്ക ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെക്കും. സാധാരണ നമ്മൾ മീൻ പീര ആണെങ്കിൽ നത്തോലി പോലുള്ള ചെറിയ മീനിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലുക്കിനനുസരിച്ച് നീളത്തിൽ വെച്ചേക്കുക. എന്നിട്ട് ഇതിനുള്ള അരപ്പിന് വേണ്ടിയിട്ട് മിക്സിയിലോട്ട് സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതയ്ക്കാനാണ് പറയുന്നത്. ചതയ്ക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് ഞാൻ മിക്സിയിലൊന്ന് പൾസടിച്ചെടുക്കും. എന്നിട്ട് അതിലോട്ട് തേങ്ങയും കുറച്ച് മസാലപ്പൊടിയൊക്കെ കൂടി ഇട്ട് സെറ്റാക്കുക. അതാണ് ആ പീര. അപ്പോൾ അതാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഈ പൾസ് ചെയ്യാൻ നേരത്ത് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് വെളുത്തുള്ളിയൊക്കെ വലിയ പീസായിട്ട് ഇട്ടിട്ട് ചെയ്യാൻ. അപ്പം അതുകൊണ്ട് അത് അരഞ്ഞിട്ടില്ല. സോ രണ്ടാമത് ഇച്ചിരിയും കൂടെ ഒന്ന് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം ചതച്ചിട്ടുണ്ട്, ഇത് മാത്രമാണ് ചതയാത്തത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പീസാക്കി വെച്ചിട്ടുണ്ട് ഇനി അരയ്ക്കാനായിട്ട്. ഇനി ഈ അരപ്പിലോട്ട് ചേർക്കേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തേങ്ങ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് തോന്നുന്ന പോലെ അങ്ങ് ചേർക്കുകയാണ്. പിന്നെ ഇനി ഇതിൽ വേണ്ടതാണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി. അപ്പോൾ അതും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക, അത്രേ ഉള്ളൂ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കുറച്ച് മഞ്ഞൾ, മുളക് പൊടി, ഇത് പിന്നെ സ്ഥിരം കാശ്മീരി മുളക് പൊടിയാണ്, എരിവ് അധികം വേണ്ട, പക്ഷെ കളർ വേണം എന്നുള്ളതുകൊണ്ട്. പിന്നെ ഏറ്റവും അവസാനം കുറച്ച് ഉലുവാപ്പൊടി. ഇത് ഒത്തിരി കൂടി കഴിഞ്ഞാൽ കഴിക്കും, അതുകൊണ്ട് കുറച്ച് മാത്രം. എന്നിട്ട് ഒന്നുമില്ല, ഇനി ഇത് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തേച്ച് പിന്നെ ഇത് കോവയ്ക്കലോട്ട് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ വലിയ പരിപാടികളൊന്നുമില്ല. ഈ അരച്ച് വെച്ചിരിക്കുന്ന പീരയും പിന്നെ കുടംപുളിയും ഈ കോവയ്ക്കയിൽ മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, കൂട്ടത്തിൽ ഉപ്പിടണം, കറിവേപ്പില ഇടണം, എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് നേരം വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാൻ പറ്റും. എന്താണെന്നറിയില്ല, ഓൾറെഡി പുളിയുടെ മണം വന്നു കഴിഞ്ഞാൽ അപ്പം എനിക്ക് വായിൽ വെള്ളം വരും. സെറ്റായാൽ മതിയായിരുന്നു. ഇനി ഇതിലോട്ട് കുറച്ച് മിക്സി കഴുകിയ വെള്ളം. ഓക്കെ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന്. ഇത് മിക്സൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏറെക്കുറെ ഇങ്ങനെയാണ്.
കൂടെ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് വേവാനുള്ള ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം എടുക്കാം. പിന്നെ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സൂപ്പറാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇവിടെ ഇപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി എന്താണെന്ന് വെച്ചാൽ മീൻ പീരേനെ അടുപ്പിൽ വെക്കുക, 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക, ഇടയ്ക്കൊന്ന് ഇളക്കുക, എന്നിട്ട് സംഭവം നമ്മളിങ്ങനെ എടുക്കുക. ഓക്കെ, അങ്ങനെ ഫൈനലി 10 മിനിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് തുറന്നിട്ട് നമുക്ക് വറ്റിയെന്നാണ് തോന്നുന്നത്. യെസ്, അത് വറ്റിയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ടൊന്ന് നമുക്ക് കരിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ ഇല്ലേ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഓക്കേ, അപ്പോൾ സംഭവം സെറ്റാണ്. അപ്പോൾ കോവയ്ക്ക പീര സെറ്റായിട്ടുണ്ട്. ഓൾറെഡി എനിക്ക് ചോറും ഇന്നലത്തെ ബീൻസും ചിക്കനും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു സൈഡ് ഡിഷാണ് എൻ്റെ കോവയ്ക്ക പീര. അപ്പോൾ ഏതായാലും ഈ സംഭവം കൂടി ഇതിലോട്ടിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ ഓൾറെഡി കഴിച്ചു നോക്കി, കഴിച്ചിട്ട് കൊള്ളാം. എനിക്ക് ശാലിനി ഉണ്ടാക്കി അത്ര സൂപ്പർ ഒന്നുമല്ല, പക്ഷെ എന്നാലും ഇനി ഞാനിത് ഉണ്ടാക്കും. അത്രയും ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പം അടുത്ത പ്രാവശ്യം കാണാം.